ഞങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പരിഹരിക്കാം, നമുക്ക് ഇടപെടാം, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേങ്കിൽ 9 മാസമായിട്ടും ഫസ്റ്റ് റാങ്കിന് പോലും ജോലി കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ വേണ്ടി സാധിക്കുക? UPSC റാങ്ക് ലിസ്റ്റ് വന്ന് 9 മാസം പിന്നിട്ടിട്ടും 2 ജില്ലകളിലൊഴികെ ബാക്കി ഏത് ജില്ലകളിലും ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനമായിട്ടില്ല എന്നാണ് UPSC റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സൂചനാ സമരം ഇപ്പോൾ UPSC ഉദ്യോഗാർത്ഥികൾ നടത്തി വരുന്നത്. പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ ഇപ്പോൾ സമരത്തിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ച് HMൻ്റെ ക്ലാസ് ചാർജ് മാറ്റി പകരം PSC വഴി നിയമനം നടത്തുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം പുനഃപരിശോധിച്ച് പുനർനിർണ്ണയം നടത്തുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ സമരം ഇവർ നടത്തുന്നത്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ഒരുങ്ങി? ഈ റാങ്ക് ലിസ്റ്റ് വന്നത് 2025 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. ഇപ്പോൾ ഏതാണ്ട് 9 മാസം കഴിഞ്ഞ് 10ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. എന്നിട്ടും പല ജില്ലകൾ, ഭൂരിപക്ഷം ജില്ലകളിലും ഫസ്റ്റ് റാങ്കുകാരന് പോലും നിയമനം കിട്ടാത്തൊരവസ്ഥയാണ്. അത്രയും വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇനി സർക്കാരിൻ്റെ കണ്ണ് തുറന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി ലഭിക്കൂ എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സമരത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ടുള്ളത്. നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം എന്താണ്? അതായത് നിലവിൽ പല ജില്ലകളിലും ഞങ്ങൾ അന്വേഷിച്ച് പറയുന്നത്, പിന്നെ DD ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒഴിവുണ്ടായിട്ട് ഞങ്ങളോട് പറയുന്നു ഡിവിഷൻ ഫോൾ വരും, അപ്പോൾ ഒഴിവുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം നിയമനം തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിവിഷൻ ഫോൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ കുറക്കുക, പിന്നെ HMൻ്റെ ക്ലാസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പദവിയാക്കുക. അതേപോലെ കേരളത്തിലെ MRS ഫിഷറീസ് സ്കൂളുകളുണ്ട്. പല MRS സ്കൂളിലും ഫിഷറീസ് സ്കൂളിലൊക്കെ UPയുടെ തസ്തികയിൽ നിയമനം നടക്കുന്നില്ല. അവിടങ്ങളിലൊക്കെ നിയമനം നടത്തി കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള നിയമനം കൊണ്ടുവരിക, അത് PSC വഴി തന്നെ പൂർണ്ണമായും നടത്തുക. അങ്ങനെയുള്ള നിയമനങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ കൂടുതൽ പേർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യത തുറക്കപ്പെടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിതല ചർച്ചയോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? മന്ത്രിമാരെ ഞങ്ങൾ ഒത്തിരി തവണ പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മന്ത്രിസഭയുള്ള സമയത്തും ഈ മന്ത്രിസഭ വന്ന സമയത്തൊക്കെ ഞങ്ങൾ ഈ പറയുന്ന മന്ത്രിമാരെയും MLA മാരെയും ഒക്കെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പരിഹരിക്കാം, നമുക്ക് ഇടപെടാം, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേങ്കിൽ 9 മാസമായിട്ടും ഫസ്റ്റ് റാങ്കിന് പോലും ജോലി കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ വേണ്ടി സാധിക്കുക? ആ ഒരു കാരണം കൊണ്ടാണ് സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതും. പിന്നെ ഞങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ കണ്ണ് തുറന്നേ മതിയാവും. കാരണം ഈ അത്രയും മോശമായ അവസ്ഥയിലാണ്, അത്രയും കഷ്ടപ്പെട്ടാണ് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റാഫ് ഫിക്സേഷൻ നാളെ അവസാനിക്കുകയാണ്. ഇപ്പം നാളത്തോടെ തീരുമാനമാകും ആ ഒരു കാര്യത്തിൽ. തുടർ സമരം അല്ലെങ്കിൽ തുടർ നടപടികൾ എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന്? സ്റ്റാഫ് ഫിക്സേഷൻ നടക്കുന്നതിന് മുന്നേ സർക്കാർ ഈ ഒരു കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടുമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം സർക്കാരിന് കൃത്യമായിട്ട് അറിയാം ഇവിടുത്തെ അവസ്ഥകൾ. പല ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾ പോയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളേക്ക് മുന്നേ ഇതിന് ഒരു തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. അതുതന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഈ സ്റ്റാഫ് ഫിക്സേഷൻ ജൂലൈ 15-നാണ് നടത്തുന്നത്. അതോടുകൂടി ഈ പറയുന്ന വിരമിക്കൽ നടത്തുന്ന അല്ലെങ്കിൽ വിരമിക്കൽ ഒഴിവിലേക്ക് ഈ പറയുന്ന ഡിവിഷൻ ഫോൾ വരുന്ന അധ്യാപകർ പുനർവിന്യസിക്കപ്പെടും. അതോടെ ഈ ഉദ്യോഗാർത്ഥികളുടെ ഇത്തവണ ഈ അധ്യയന വർഷത്തെ റാങ്ക് ലിസ്റ്റിലുള്ള നിയമനം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെക്കുള്ളിൽ തന്നെ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ സനോഷ് എസേക്കൊപ്പം റിസ്വാൻ ഹുസൈൻ, മീഡിയ 1 തിരുവനന്തപുരം.